അങ്ങനെ ഒരാഴ്ച വീട്ടിൽ നിന്നിട്ട് ഭാര്യയോട് യാത്ര പറഞ്ഞിട്ട് വീണ്ടും യാത്ര തുടങ്ങി. എളുപ്പമില്ലാട്ടാ. ഫോണ് ഉള്ളിൽ കുത്തിച്ചിട്ടുണ്ട്, ഫോണേ കുത്തിച്ചിട്ടുണ്ട് അവിടെ, ചാർജർ കുത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സൈക്കിളൊക്കെ സെറ്റായി. ഇന്നലെ ഈ വീട്ടിലാണ് നിന്നത്. ഇവിടുത്തെ ചേട്ടൻ്റെ റൂമിൽ കിടന്ന് ഇന്നലെ കിടന്നതൊക്കെ നല്ല വീട്ടുകാരാണ്. അങ്ങനെ രാവിലെ സെറ്റാക്കി ഇനി പോകാൻ നോക്കുകയാണ്. ഓക്കെ, ആളാണ് എനിക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം സെറ്റാക്കി തന്നത്. അങ്ങനെ 6 ദിവസത്തിന് ശേഷം വീണ്ടും തുടങ്ങിയ റൈഡ്. വയ്യ, കാലിൻ്റെ മുട്ടൊക്കെ എനിക്കുണ്ട്, കുറച്ച് ദൂരം പോയി വിളിക്കും. അങ്ങനെ പോയോക്കാം, എന്താവും നോക്കാം നമുക്കിന്ന്. എത്ര ദൂരം പോകാൻ പറ്റും നോക്കാം നമുക്ക്. അങ്ങനെ രാവിലെ 7 പോവാൻ നോക്കാം. ഇപ്പോൾ 6 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. രാവിലെ മാർക്കുണ്ട് 26-ാം തീയതി ഉച്ചക്കാണ്ട് കയറി പോയത് അവിടുന്ന്. ഇപ്പോൾ ഇവിടെ ഡേറ്റ് എത്രയോ 1, ഇന്നത്തെ ഡേറ്റ് 3-ാം തീയതി. ഇന്നലെ 1-ാം തീയതി രാത്രി ട്രെയിൻ കയറി. ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് നേരെ കൂടലിന് സ്ഥലത്തേക്ക് കയറി. അവിടെ ഇന്നലെ രാത്രി കയറിയിട്ട് പിറ്റേ ദിവസം ഒരു 12:30 നമ്മളാണ് എത്തണം. അങ്ങനെ കൂടലിൽ നിന്ന് നേരെ 20 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷ കൊടുത്തിട്ട് നേരെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ പോയി. അവിടുന്ന് കോലാപ്പൂർക്ക് എത്ര 140 കിലോമീറ്റർ ഉണ്ടോ. അങ്ങനെ 12:30-ക്ക് കയറിയിട്ട് ബസ് 1:30-ക്കാണ്. പിന്നെ കോലാപ്പൂർക്ക് എത്തണത് എത്ര മണിക്കാണ്? കോലാപ്പൂർക്ക് 5:30-ക്കാണ് കോലാപ്പൂർ എത്തണം. വരുമ്പോഴുള്ള പോലത്തെ റോഡാണെന്നില്ല, നല്ല റോഡായിരുന്നു. ഫുൾ ഹിൽ സ്റ്റേഷൻ ആയാലും കുറേ ടൈം എടുത്തു. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ ഇഷാപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് ഒരു 45 കിലോമീറ്റർ. അങ്ങനെ ഇഷാപ്പൂർക്ക് എത്തുമ്പോഴേക്കും 8:15 കഴിഞ്ഞു. ഇഷാപ്പൂരിൽ നിന്ന് താക്കരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് 9:30 വരെ ബസ് കാത്തുന്നു. എന്നിട്ടാണ് ബസ് കിട്ടണം. അങ്ങനെ ആളുടെ വീട്ടിലെത്തി. ആളുടെ ഈ താക്കരി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആളെടുക്കാവുന്നുണ്ടോ. അങ്ങനെ എടുത്ത് ആളുടെ വീട്ടിൽ പോയി സെറ്റായി കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. ഇറങ്ങി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിരുന്നു അവിടെ. അത് ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി. അങ്ങനെ 6 ദിവസത്തെ ക്ഷീണം. വീട്ടിൽ പോയിരുന്നു അതിൻ്റെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ക്ഷീണം ചവിട്ടുമ്പോൾ നന്നായിട്ട് അറിയില്ല. അങ്ങനെ ഇവിടുന്ന് നേരെ പൂനെ പിടിക്കാൻ നോക്കാം. ഒരു 184 കിലോമീറ്റർ ആണെന്ന്. ഇപ്പോൾ 5 കിലോമീറ്റർ ഉണ്ടാവും ഓടിയില്ല. അപ്പോൾ 170 കിലോമീറ്റർ ഉണ്ട്. മഴങ്ങളൊക്കെ തെറ്റിക്കാതെ നേരെ പൂനെ പിടിക്കാൻ നോക്കാം. എന്തായാലും എത്തില്ല. നാളേക്ക് അല്ലെങ്കിൽ മറ്റത്തേക്ക് എത്താൻ നോക്കണം. ഈ വലിയ മലയോട് കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. അതിൻ്റെ മുകളിലൊരു വലിയ ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞു. ഡിസംബർ 12-ാം തീയതി. കുറച്ചും കൂടി ലേറ്റ് ആവാൻ വെച്ചാൽ കാണാൻ പോകുന്നു. വലിയ ഉത്സവം എന്ന് പറഞ്ഞത് ഈ ഭാഗത്തുള്ള എല്ലാവരെയും കൂടിയിട്ടുള്ള ഉത്സവം എന്ന് പറഞ്ഞത്. അമ്പലം കാണാമല്ലേ എവിടെയാണ്.
എന്തായാലും കുറച്ച് പേരും ചവിട്ടാം, എന്താവും നോക്കാൻ പറ്റും. നല്ല റോഡ്, അത് കാരണം കുഴപ്പമില്ല. ചവിട്ടാനുണ്ട്, ചവിട്ടാൻ പറ്റി. എനിക്കുണ്ട് 5-6 ദിവസം സൈക്കിളോട്ടം തന്നെ പണി വന്നാണെങ്കിൽ പോകുന്നത്. അന്ന് പോണ ദിവസം ഈ വഴിയൊക്കെ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ. ഞാൻ നിർത്തുന്ന 25 കിലോമീറ്റർ പോയിട്ടാണ് കരാട് നമുക്കുള്ള പോലീസ് സ്റ്റേഷൻ, അവിടേക്ക് പോയിട്ട് നടന്നു ഒരാഴ്ചയാണ്. അതിനാണ് ഈ മലയാളി ചേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വേണ്ടി എന്ത് ചൂടാ. അങ്ങനെ പെട്രോൾ പമ്പിൽ എത്തിയത്, പെട്രോൾ പമ്പ് സെറ്റായി ഇപ്പോൾ. അപ്പോൾ എത്രയാ 56 കിലോമീറ്ററാണ്, 58 കിലോമീറ്റർ ഉണ്ട് അതിൻ്റെ ഇപ്പോൾ മൊത്തം. 58 കിലോമീറ്ററായി മൊത്തം. എത്രയാ 120 കിലോമീറ്റർ ഉണ്ട് പൂനെക്ക്. അങ്ങനെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ നോക്കാം. വയ്യ, 6 ദിവസം ഓടിച്ചതിൻ്റെ ക്ഷീണം നന്നായിട്ട് അറിയുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞു, പോവാനുള്ള പരിപാടി നോക്കാം. നല്ല വെയിലാണ്. സമയം എത്രയും 2:43 49. വെയിലും രക്ഷയില്ലല്ലോ. മാപ്പ് ഓണാക്കണ്ടെങ്കിൽ പൊടി പൂനെക്ക് വെച്ച് പിടിക്കാം. പൂനെക്ക് ഇനി എത്ര 125 കിലോമീറ്റർ, ഒരു 56 കിലോമീറ്റർ പോകും. കുറച്ചും കൂടി എടുക്കണം, വേണ്ട ഒരു ഊള വെള്ള പമ്പിലത്തെ. അങ്ങനെ ഇപ്പോൾ വീണ്ടും പോവാം. ബൈ ഓയ് ബൈ. ഓക്കെ ബൈ. അടി പറഞ്ഞിട്ടാണ് പാൻറ്റൊക്കെ ലൂസായിട്ട് ഇത്ര വട്ടം ഗാന്ധിക്ക് കുരു. അങ്ങനെ ഹൈവേ കയറി പിടിക്കാം. ഇവിടെ ഒപ്പോ നടക്കാൻ നല്ല വേണ്ട. ഇന്നിപ്പം 125 കിലോമീറ്റർ, ഒരു 30 കിലോമീറ്റർ ചോട്ടായിട്ട് നോക്കാമല്ലോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് ഒരു 95 നോക്കിയൊക്കെ എത്ര പഠിക്കാൻ പറ്റുന്നു. ഇതേ വേഗം വേഗം എത്തുന്നത്.
ഇത് വല്ലാത്ത കഷ്ടമായിട്ടൊരു ഗാന്ധിക്കൊക്കെ ഒരു കുരുവെന്ന് പറഞ്ഞിട്ടൊന്നും നല്ല വെയില ഈ വെയിലത്തൊന്നിട്ട് ഇങ്ങനെ പണിയെടുക്കാൻ എന്താ പൊന്നോ നീങ്ങല്ലോ എയർ തുറന്നോ ഇല്ലല്ലോ അത് വേറെ പണി ഇപ്പോഴും നടക്കന്നെ മച്ചി 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 നേരിനല്ല റോഡോട് പിന്നെ വലിയ കുഴപ്പമില്ല ആരും കുഴപ്പമില്ല അരെ ബൈ ചിക്കൻ 65 ഒരു മിനിറ്റ് ബൈ ബൈ ബൊലോറാണോ ടാക്സി വെട്ടിച്ച് പോവാം അല്ല രാവിലെ ചവിട്ടണ സുഖമില്ല കേട്ടോ തേടി വിട്ടുമ്പോൾ രാവിലെ ഒരു പ്ലോലം നല്ല പരിപാടിയൊക്കെയാണ് പക്ഷേ ഉച്ചയ്ക്ക് സീന എന്നിട്ട് വലിയൊരു മല ഉണ്ടല്ലേ നേരോടെ അവിടെ കൊണ്ട് വിൽക്കാണ് ഞാൻ തോന്നുന്നുണ്ട് കിടപ്പാനായി പൂഴിമല പോലെ ഉണ്ടല്ലോ പൂഴി ഇറങ്ങണ പോലെ കാണുമ്പോൾ വേഗം റിവറാണ് റിവറൊന്നും കാണാനില്ല ആ ഉണ്ട് ഇവിടെ 125 കിലോമീറ്റർ ആയിരുന്നില്ല ഇറങ്ങുമ്പോൾ കിലോമീറ്റർ ആയിട്ടുള്ള എന്ത് വലിയ കയറ്റാ ചവിട്ടിയിട്ടും തീരുന്നില്ല ഭാഗ്യത്തിനോട് ട്രാക്ടർ കിട്ടിയാലും ട്രാക്ടർ മേടിച്ചിട്ടുണ്ട് താങ്ങി ട്രാക്ടർ ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഓ ഈ എൻ്റെ പൊന്നോ എന്തൊരു കയറ്റത് അങ്ങനെ ഉച്ച വരെ 58 കിലോമീറ്ററായി ഇനി മൊത്തം 184 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരു 95 കിലോമീറ്റർ നാളേക്കാണ് ഇതിലാക്കേണ്ടി വരും അത് നടക്കുള്ളൂ അല്ലെങ്കിൽ നാളെ ഭയങ്കര സീനാവില്ലേ നാളേക്ക് ചവിട്ടാൻ പറ്റുമെന്ന് അറിയില്ല കാലിന് കൂപ്പാട് ഇളകി അടുത്തുള്ള പെട്രോൾ നോക്കാൻ പെട്രോൾ ഒരു 5 മണിയാകുമ്പോഴേക്കും പെട്രോൾ കിട്ടിയില്ലെങ്കിൽ പഞ്ഞി ഒഴിഞ്ഞു
ഇന്ന് ആവശ്യത്തിനുള്ളിൽ ചവിട്ടിയിട്ട് ഇത്ര ദിവസം റെസ്റ്റ് എടുത്തിട്ട് ചവിട്ടിയായിരുന്നു. നല്ല ക്ഷീണമായി ഈ കാലൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര പെയിനാണ്. അടുത്തുള്ള പെട്രോൾ ഇത് കിടക്കാനുള്ള പരിപാടി നോക്കാം. അങ്ങനെ പെട്രോൾ പമ്പൊക്കെ കിട്ടി വരണം. നേരെ ടെൻ്റ് അടിക്കയിൽ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഡ്രസ്സൊക്കെ സൈക്കിൾ തന്നെ തോന്നി കിട്ടും. ടെൻ്റൊക്കെ അടിച്ചു സെറ്റായി. ഓ മോദനായി. അപ്പം ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫോണൊക്കെ കുറച്ച് ചാർജ് ചെയ്യാൻ കുത്തിട്ടുണ്ട്. കാണിലാണാവോ പോവാണ്ടെന്നാ ദീപായി ഉണ്ടെങ്കിൽ HP പമ്പാണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല. ഫുൾ ടൈം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശരി, ഗുഡ് നൈറ്റ്. നാളെ കാണാം. വയ്യ, നല്ല ക്ഷീണം.